വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയം. നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം +2 അക്കൗണ്ടൻസിയുടെ ഒന്നാമത്തെ അധ്യായമായ അക്കൗണ്ടിംഗ് ഫോർ നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ, ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ പാർട്ട് 3 വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ലാഭത്തിനല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ഫൈനൽ അക്കൗണ്ട്സ് ആയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഒന്നായ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ്ങിനെ പറ്റിയിട്ടാണ്. എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട് വിച്ച് ഈസ് പ്രിപ്പയർഡ് ടു അസർടെയിൻ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഇൻ എ നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. Income and expenditure account is a nominal account which is prepared to ascertain surplus or deficit in a not-profit organization. ലാഭത്തിനല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ അതാത് സാമ്പത്തിക വർഷത്തിൽ സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു നോമിനൽ അക്കൗണ്ട് ആണെന്ത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ലാഭത്തിനല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ, നോൺ പ്രോഫിറ്റ് അഥവാ നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷനുകളിൽ അതാത് അക്കൗണ്ടിങ് ഇയറിൽ, അതാത് സാമ്പത്തിക വർഷത്തിൽ, അതാത് ഫിനാൻഷ്യൽ ഇയറിൽ അവർക്ക് സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ, മിച്ചമാണോ കമ്മിയാണോ കിട്ടിയത് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു നോമിനൽ അക്കൗണ്ട് ആണെന്ത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെ പറ്റി ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ 2 ടേമുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സർപ്ലസ്, 2 ഡെഫിസിറ്റ്. സർപ്ലസിൻ്റെ മലയാളം മിച്ചം എന്നാണ്, ഡെഫിസിറ്റിൻ്റെ മലയാളം കമ്മി എന്നാണ്. ഒരു നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ലാഭത്തിനല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ വിവിധ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടക്കുമല്ലോ. ഇങ്ങനെ ലാഭത്തിനല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ വിവിധ സാമ്പത്തിക ഇടപാടുകൾ നടന്നതിൻ്റെ ഫലമായി അവർക്ക് കിട്ടുന്ന റിസൾട്ടിനെ ഫിനാൻഷ്യൽ റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ സർപ്ലസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ റിസൾട്ടിനെ പറ്റി നമ്മൾ +1 പഠിച്ചിരുന്നു. ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് കിട്ടുന്ന ഫിനാൻഷ്യൽ റിസൾട്ട് ഏതായിരുന്നു? ഒന്നല്ലെങ്കിൽ പ്രോഫിറ്റ്, ലാഭം, അല്ലെങ്കിൽ ലോസ്, നഷ്ടം. അതായിരുന്നു പ്രോഫിറ്റ് ഓർഗനൈസേഷനുകൾക്ക്, ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് കിട്ടുന്ന ഫിനാൻഷ്യൽ റിസൾട്ട്, സാമ്പത്തിക ഫലം എന്ന് പറയുന്നത് അവരുടെ ഏതാണ്? ഒന്നല്ലെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആണ്, ഒന്നല്ലെങ്കിൽ ലാഭം അല്ലെങ്കിൽ നഷ്ടം. എന്നാൽ ലാഭത്തിനല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് കിട്ടുന്ന ഫിനാൻഷ്യൽ റിസൾട്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റോ ലോസോ അല്ല, പകരം സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ്. സർപ്ലസിൻ്റെ മലയാളം മിച്ചം എന്നാണ്, ഡെഫിസിറ്റിൻ്റെ മലയാളം കമ്മി എന്നാണ്. അപ്പോൾ ഒരു നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ലാഭത്തിനല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ വിവിധ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നതിൻ്റെ ഫലമായി അവർക്ക് കിട്ടുന്ന സാമ്പത്തിക ഫലം എന്തായിരിക്കും? ഒന്നല്ലെങ്കിൽ സർപ്ലസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും, ഒന്നല്ലെങ്കിൽ മിച്ചമായിരിക്കും, അല്ലെങ്കിൽ കമ്മിയായിരിക്കും. എപ്പോഴാണ് ഒരു നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷന് ലാഭത്തിനല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് സർപ്ലസ് കിട്ടുക, എപ്പോഴാണ് ഡെഫിസിറ്റ് കിട്ടുക എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സർപ്ലസ് എന്ന് പറയുന്ന പദത്തിന് പ്രോഫിറ്റ് എന്ന പദത്തിനോട് സാമ്യമുണ്ട്. സർപ്ലസ്, മിച്ചം എന്ന് പറയുന്ന പദം, വാക്കിന് പ്രോഫിറ്റ്, ലാഭം എന്ന് പറയുന്ന വാക്കിനോട് സാമ്യമുണ്ട്. അതുപോലെ ഡെഫിസിറ്റ് എന്ന് പറയുന്ന പദത്തിന്, കമ്മി എന്ന് പറയുന്ന വാക്കിന് ലോസ് എന്ന് പറയുന്ന, നഷ്ടം എന്ന് പറയുന്ന പദത്തിനോട് സാമ്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സർപ്ലസ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രോഫിറ്റിനെയാണ്, ഡെഫിസിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ലോസിനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക.
ഇത് ലാഭത്തിനല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളായതുകൊണ്ടാണ് ഇവിടെ ഈ പ്രോഫിറ്റിന് പകരം സർപ്ലസ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ ലോസിന് പകരം ഡെഫിസിറ്റ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ലാഭത്തിനല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളായതുകൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ലാഭത്തിനല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനമായതുകൊണ്ടാണ് ഇവിടെ പ്രോഫിറ്റിനും ലോസിനും പകരം സർപ്ലസ് അതുപോലെ തന്നെ ഡെഫിസിറ്റ് എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഇനി എപ്പോഴാണ് ഇവർക്ക് സർപ്ലസ് ഉണ്ടാവുക, എപ്പോഴാണ് ഡെഫിസിറ്റ് ഉണ്ടാവുക എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ലാഭത്തിനല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും വരുമാനം കിട്ടുന്നുണ്ടല്ലോ, അവർക്ക് അവരുടേതായിട്ടുള്ള ചെലവുകൾ ഉണ്ടല്ലോ. അപ്പോൾ നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷനും ലാഭത്തിനല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും ഇൻകം കിട്ടുന്നുണ്ട്, വരുമാനം കിട്ടുന്നുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള എക്സ്പെൻഡിച്ചറുകൾ, എക്സ്പെൻസും ചെലവുകളും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരു നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ലാഭത്തിനല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ അതാത് സാമ്പത്തിക വർഷത്തിൽ അവർക്ക് എക്സ്പെൻസിനേക്കാൾ കൂടുതൽ ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ ലാഭത്തിനല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് ചെലവിനേക്കാൾ കൂടുതൽ വരുമാനമാണ് ഉണ്ടായതെങ്കിൽ അവർക്ക് കിട്ടുന്നത് എന്തായിരിക്കും? സർപ്ലസ് ആയിരിക്കും, മിച്ചമായിരിക്കും. ഒരു നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ലാഭത്തിനല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ എക്സ്പെൻസിനേക്കാൾ കൂടുതൽ ഇൻകമാണ് ഉണ്ടായതെങ്കിൽ, അവർക്ക് ചെലവിനേക്കാൾ കൂടുതൽ വരുമാനമാണ് കിട്ടിയതെങ്കിൽ അവർക്കുണ്ടാവുന്നത് എന്തായിരിക്കും? സർപ്ലസ് ആയിരിക്കും, മിച്ചമായിരിക്കും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡെഫിസിറ്റ്. എപ്പോഴാണ് ഒരു നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷന് ലാഭത്തിനല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് ഡെഫിസിറ്റ് ഉണ്ടാവുക, കമ്മി എപ്പോഴുണ്ടാവുക? ഇൻകത്തിനേക്കാൾ കൂടുതൽ എക്സ്പെൻഡിച്ചറുകൾ, ഇൻകത്തിനേക്കാൾ കൂടുതൽ അവർക്ക് എക്സ്പെൻസ് ഉണ്ടാവുമ്പോൾ ഒരു നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷന് ലാഭത്തിനല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് വരുമാനത്തിനേക്കാൾ കൂടുതൽ ചെലവാണ് ഉണ്ടായതെങ്കിൽ അവർക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഡെഫിസിറ്റ് ആയിരിക്കും, കമ്മിയായിരിക്കും. ഇങ്ങനെ ഒരു നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷന് ലാഭത്തിനല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതൽ അഥവാ എക്സ്പെൻസിനേക്കാൾ കൂടുതൽ ഇൻകം ഉണ്ടാവുമ്പോൾ, ചെലവിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാവുമ്പോൾ അവിടെ സർപ്ലസും മിച്ചവും, ഇൻകത്തിനേക്കാൾ കൂടുതൽ എക്സ്പെൻസ് ഉണ്ടാവുമ്പോൾ വരുമാനത്തിനേക്കാൾ കൂടുതൽ അവർക്ക് ചെലവുണ്ടാവുമ്പോൾ അവിടെ ഡെഫിസിറ്റുമാണ് ഉണ്ടാവുക. അപ്പോൾ അതാണ് ഒരു നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ റിസൾട്ട്. ഇങ്ങനെ ഒരു നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷന് അതാത് സാമ്പത്തിക വർഷത്തിൽ സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ, മിച്ചമാണോ കമ്മിയാണോ ഉണ്ടായതെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിൽ നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷനുകൾ, ലാഭത്തിനല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ തയ്യാറാക്കുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനെ പോലെ തയ്യാറാക്കുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഫൈനൽ അക്കൗണ്ട് ആണ് എന്ത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ അതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ്ങിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ചില പ്രത്യേകതകളെ പറ്റിയിട്ടാണ്, സവിശേഷതകളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ പ്രധാനപ്പെട്ട 5 സവിശേഷതകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ 5 സവിശേഷതകളെ പറ്റി ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെ പറ്റി നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ വ്യക്തമായി പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്താണ്? ഒരു നോമിനൽ അക്കൗണ്ടാണ്. നമുക്കറിയാം അക്കൗണ്ടിങ്ങിൽ പ്രധാനമായും 3 തരത്തിലുള്ള അക്കൗണ്ടുകളാണുള്ളത്. 1 റിയൽ അക്കൗണ്ട്, 2 പേഴ്സണൽ അക്കൗണ്ട്, 3 നോമിനൽ അക്കൗണ്ട്. അസറ്റുകളുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയൽ അക്കൗണ്ട്. വ്യക്തികളും സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടുകളൊക്കെ വിളിക്കുന്ന പേരാണ് പേഴ്സണൽ അക്കൗണ്ട്. ഇൻകവും എക്സ്പെൻസും, വരുമാനവും ചെലവുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടുകളൊക്കെ വിളിക്കുന്ന പേരാണ് നോമിനൽ അക്കൗണ്ട്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ടാണ്. എന്തുകൊണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആയത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആ വാക്കിൽ തന്നെ ഉണ്ട് ഉത്തരം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകവും എക്സ്പെൻസും, വരുമാനവും ചെലവുമാണ് കാണിക്കുന്നത്. ഇങ്ങനെ വരുമാനവും ചെലവും ഒരു നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ലാഭത്തിനല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൻ്റെ വരുമാനവും ചെലവും ഇൻകവും എക്സ്പെൻസും കാണിക്കുന്ന അക്കൗണ്ട് ആയതുകൊണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെ എന്ത് വിളിക്കുന്നത്? ഒരു നോമിനൽ അക്കൗണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഒന്നാമത്തെ സവിശേഷത എന്താണ്? ഇതൊരു നോമിനൽ അക്കൗണ്ട് ആണ്. ഇനി രണ്ടാമത്തെ സവിശേഷത എന്താ? രണ്ടാമത്തെ ഫീച്ചർ എന്താ? നോ ഓപ്പണിംഗ് ബാലൻസ്. നോ ഓപ്പണിംഗ് ബാലൻസ്. നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തയ്യാറാക്കിയപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചതാണ്.
റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എന്തുണ്ടായിരുന്നു? അതാത് സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിലുള്ള ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റെസിപ്റ്റ് സൈഡിൽ നമ്മൾ ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരുന്നു. അപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ അതാത് സാമ്പത്തിക വർഷത്തിലെ ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്നു എന്നാണത് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ അങ്ങനെ ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് ഒന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കാറില്ല. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് ഇല്ല എന്ന് ചുരുക്കം. ക്യാഷിൻ്റെയോ ബാങ്കിൻ്റെയോ ഒന്നും ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനെ പോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കില്ല. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് ഇല്ല എന്നതാണ് അതിൻ്റെ രണ്ടാമത്തെ സവിശേഷത. മൂന്നാമത്തെ സവിശേഷത എന്താ? മൂന്നാമത്തെ ഫീച്ചർ എന്താ? നോ ക്ലോസിംഗ് ബാലൻസ്. വേറൊരു കാര്യം നമ്മൾ കണ്ടിരുന്നത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ അതാത് സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിലുള്ള ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ക്ലോസിംഗ് ബാലൻസ് നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ ബാലൻസ് C/D ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ നമ്മൾ കാണിച്ചിരുന്നു. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അങ്ങനെ അതാത് സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിലുള്ള ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ക്ലോസിംഗ് ബാലൻസ് ഒന്നും എവിടെ കാണിക്കില്ല? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കില്ല. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമുക്ക് ക്യാഷിൻ്റെയോ ബാങ്കിൻ്റെയോ ക്ലോസിംഗ് ബാലൻസ് കിട്ടില്ല. പകരം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ നമുക്ക് സർപ്ലസ് ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും കിട്ടുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബാലൻസ് ഒന്നല്ലെങ്കിൽ സർപ്ലസ് മിച്ചമായിരിക്കും, അല്ലെങ്കിൽ ഡെഫിസിറ്റ് കമ്മിയായിരിക്കും. അപ്പോൾ ക്യാഷിൻ്റെയോ ബാങ്കിൻ്റെയോ അങ്ങനെ ക്ലോസിംഗ് ബാലൻസ് ഒന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കില്ല. പകരം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ നമുക്ക് സർപ്ലസ് കിട്ടും, അല്ലെങ്കിൽ ഡെഫിസിറ്റ് കിട്ടും. അതാണ് ഇതിൻ്റെ മൂന്നാമത്തെ സവിശേഷതയായ നോ ക്ലോസിംഗ് ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ ഒരു ഫീച്ചർ എന്താ? ഓൺലി റവന്യൂ ഐറ്റംസ് ആർ റെക്കോർഡഡ്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു സവിശേഷതയാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ പ്രധാനപ്പെട്ടൊരു സവിശേഷതയാണ്. ഓൺലി റവന്യൂ ഐറ്റംസ് ആർ റെക്കോർഡഡ് ഓർ റവന്യൂ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ ഐറ്റംസ് അഥവാ റവന്യൂ ട്രാൻസാക്ഷൻസ് മാത്രമേ കാണിക്കുകയുള്ളൂ. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ പാർട്ട് 2 വീഡിയോയിൽ റവന്യൂ ട്രാൻസാക്ഷനെ പറ്റിയും ക്യാപിറ്റൽ ട്രാൻസാക്ഷനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ ആ പാർട്ട് 2 വീഡിയോ കാണാത്ത ഒരാൾക്ക് പാർട്ട് 3 വീഡിയോ കണ്ടാൽ മനസ്സിലാവില്ല എന്നതാണ്. അപ്പോൾ റവന്യൂ ട്രാൻസാക്ഷനെ പറ്റിയും ക്യാപിറ്റൽ ട്രാൻസാക്ഷനെ പറ്റിയും ഒരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം ഇനി അങ്ങോട്ടുള്ള ഭാഗം നിങ്ങൾ കാണുക. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ ട്രാൻസാക്ഷൻ മാത്രമേ കാണിക്കുള്ളൂ എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. റവന്യൂ റെസിപ്റ്റും റവന്യൂ പേയ്മെൻറ്റും മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുള്ളൂ. ക്യാപിറ്റൽ റെസിപ്റ്റും ക്യാപിറ്റൽ പേയ്മെൻറ്റും എവിടെ കാണിക്കില്ല? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കില്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ ട്രാൻസാക്ഷൻ, റവന്യൂ റെസിപ്റ്റും റവന്യൂ പേയ്മെൻറ്റും മാത്രമേ കാണിക്കുള്ളൂ. ക്യാപിറ്റൽ റെസിപ്റ്റും ക്യാപിറ്റൽ പേയ്മെൻറ്റും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കില്ല. അതാണ് ഇതിൻ്റെ നാലാമത്തെ സവിശേഷത. അഞ്ചാമത്തെ ഒരു സവിശേഷത എന്താ? പ്രൊവിഷൻസ് ആർ മെയ്ഡ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ പ്രൊവിഷൻസ് കാണിക്കും. അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കും. +1 പഠിച്ച ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ്, അഡ്വാൻസ്, ഡിപ്രീസിയേഷൻ ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ എവിടെ കാണിക്കുക? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണ് കാണിക്കുക. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ്, അഡ്വാൻസ്, ഡിപ്രീസിയേഷൻ തുടങ്ങിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ എവിടെ കാണിക്കും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അഞ്ചാമത്തെ ഒരു സവിശേഷത, പ്രൊവിഷൻസ് ആർ മെയ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ പ്രധാനപ്പെട്ട 5 സവിശേഷതകളെ പറ്റിയാണ് നമ്മൾ നോക്കിയത്. ഒന്നാമത്തെ എന്തായിരുന്നു? നോമിനൽ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഒരു നോമിനൽ അക്കൗണ്ടാണ്. 2, നോ ഓപ്പണിംഗ് ബാലൻസ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവില്ല. 3, നോ ക്ലോസിംഗ് ബാലൻസ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്ലോസിംഗ് ബാലൻസ് ഇല്ല, പകരം സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ്. 4ാമത്തെ സവിശേഷത എന്തായിരുന്നു? ഓൺലി റവന്യൂ ഐറ്റംസ് ഓർ റവന്യൂ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ ട്രാൻസാക്ഷൻസ്, റവന്യൂ റെസിപ്റ്റും റവന്യൂ പേയ്മെൻറ്റും മാത്രമേ കാണിക്കുള്ളൂ. ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ് എവിടെ റെക്കോർഡ് ചെയ്യില്ല? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കില്ല. അതായിരുന്നു ഇതിൻ്റെ 4ാമത്തെ സവിശേഷത. 5ാമത്തെ എന്തായിരുന്നു? പ്രൊവിഷൻസ് ആർ മെയ്ഡ്. അഡ്ജസ്റ്റ്മെൻറ്റുകൾ, പ്രീപെയ്ഡ്, ഔട്ട്സ്റ്റാൻഡിങ്, ഡിപ്രീസിയേഷൻ തുടങ്ങിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മളെവിടെ കാണിക്കും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കും. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ പ്രധാനപ്പെട്ട 5 സവിശേഷതകളെ പറ്റി നമ്മൾ കൈകാര്യം ചെയ്തു. ഇനി നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഒന്ന് കൈകാര്യം ചെയ്ത് നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എക്സ്പെൻഡിച്ചറുകൾ കാണിക്കും, ചെലവുകൾ കാണിക്കും.
ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഇൻകംസ് വരുമാനം കാണിക്കും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിനെ നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡ് എന്നും ക്രെഡിറ്റ് സൈഡിനെ നമ്മൾ ഇൻകം സൈഡ് എന്നും വിളിക്കും. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ നമ്മൾ റവന്യൂ പേയ്മെൻറ്റുകളാണ് കാണിക്കുക. ഇടയ്ക്കിടയ്ക്ക് കൊടുക്കേണ്ടി വരുന്ന ചെലവുകൾ പേയ്മെൻറ്റുകൾ നമ്മളിവിടെ കാണിക്കും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കും. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡായ ഇൻകം സൈഡിൽ നമ്മൾ റവന്യൂ റെസിപ്റ്റുകൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന വരുമാനങ്ങൾ നമ്മളിവിടെ കാണിക്കും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. അപ്പോൾ റവന്യൂ പേയ്മെൻറ്റുകൾ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കും. റവന്യൂ റെസിപ്റ്റുകൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഏത് സൈഡിൽ കാണിക്കും? ക്രെഡിറ്റ് സൈഡായ ഇൻകം സൈഡിൽ കാണിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡ് നോക്കാം. ഡെബിറ്റ് സൈഡായ എക്സ്പെൻഡിച്ചർ സൈഡ് നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ ഞാൻ റവന്യൂ പേയ്മെൻറ്റ് എന്ന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്ന സമയത്ത് റവന്യൂ പേയ്മെൻറ്റ് എന്ന് ഹെഡിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് റവന്യൂ പേയ്മെൻറ്റുകളാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റവന്യൂ പേയ്മെൻറ്റ് എന്ന് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡായ എക്സ്പെൻഡിച്ചർ സൈഡിൽ നമ്മൾ റവന്യൂ പേയ്മെൻറ്റുകൾ കാണിക്കും. സാലറി, വേജസ്, റെൻറ്റ്, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, ഇത്തരത്തിലുള്ള റവന്യൂ പേയ്മെൻറ്റുകൾ നമ്മൾ എവിടെ കാണിക്കും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡായ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ പേയ്മെൻറ്റുകൾ മാത്രമേ കാണിക്കുള്ളൂ. ക്യാപിറ്റൽ പേയ്മെൻറ്റുകൾ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കില്ല. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡായ ഇൻകം സൈഡിൽ നമ്മൾ റവന്യൂ റെസിപ്റ്റുകളാണ് കാണിക്കുക. അപ്പോൾ റവന്യൂ റെസിപ്റ്റിന് ഞാൻ ഇൻകം സൈഡിൽ ഞാൻ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ റവന്യൂ റെസിപ്റ്റ് എന്ന് ഹെഡിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. റവന്യൂ റെസിപ്റ്റുകളാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ കാണിക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ റവന്യൂ റെസിപ്റ്റ് എന്ന് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റവന്യൂ റെസിപ്റ്റുകൾക്ക് ഉദാഹരണമാണ് സബ്സ്ക്രിപ്ഷൻ. നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തയ്യാറാക്കിയപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ് സബ്സ്ക്രിപ്ഷൻ. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റെസിപ്റ്റ് സൈഡിൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ കാണിച്ചിരുന്നു. 3 വർഷത്തെ പ്രീവിയസ് ഇയറിലെ, കറണ്ട് ഇയറിലെയും നെക്സ്റ്റ് ഇയറിലെയും സബ്സ്ക്രിപ്ഷൻ നമ്മളിവിടെ കാണിച്ചിരുന്നു. ഈ ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റെസിപ്റ്റ് സൈഡിൽ കാണിച്ചിരുന്നു. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമ്മളങ്ങനെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിച്ച പോലെ 3 വർഷത്തെ സബ്സ്ക്രിപ്ഷൻ്റെ തുക നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ കാണിക്കില്ല. പകരം അതാത് സാമ്പത്തിക വർഷത്തിലെ കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ മാത്രമേ നമ്മളിവിടെ കാണിക്കുള്ളൂ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡായ ഇൻകം സൈഡിൽ നമ്മൾ കാണിക്കുള്ളൂ. അപ്പോൾ കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ്റെ തുക നമ്മളിവിടെ കാണിക്കും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ കാണിക്കും. അതുപോലെ തന്നെ ഹാൾ റെൻറ്റിന് കൊടുത്തപ്പോൾ അതിന് കിട്ടിയ വാടക, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, പലിശ കിട്ടിയത്, ജനറൽ ഡൊണേഷൻ, അതുപോലെ തന്നെ എൻട്രൻസ് ഫീസ് നോട്ട് ക്യാപിറ്റലൈസ്ഡ്, ഇത്തരത്തിലുള്ള റവന്യൂ റെസിപ്റ്റുകൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന വരുമാനം നമ്മളിവിടെ കാണിക്കും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ അഥവാ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കും. ഇങ്ങനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ നമ്മൾ റവന്യൂ പേയ്മെൻറ്റുകളും ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ റവന്യൂ റെസിപ്റ്റുകളും കാണിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ മീനിങ് പറഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞതാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ സർപ്ലസ് കിട്ടും, മിച്ചം കിട്ടും, അല്ലെങ്കിൽ ഡെഫിസിറ്റ് കിട്ടും, കമ്മി കിട്ടും. എപ്പോഴാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ സർപ്ലസ് കിട്ടുക, എപ്പോഴാണ് ഡെഫിസിറ്റ് കിട്ടുക എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്തിനേക്കാൾ എന്ത് കൂടുമ്പോഴാണ് സർപ്ലസ് കിട്ടുക, എന്തിനേക്കാൾ എന്ത് കൂടുമ്പോഴാണ് ഡെഫിസിറ്റ് കിട്ടുക എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എപ്പോഴാണ് സർപ്ലസ് ഉണ്ടാവുക, എപ്പോഴാണ് മിച്ചം ഉണ്ടാവുക? ഇൻകം എക്സ്പെൻസിനേക്കാൾ കൂടുമ്പോൾ, വരുമാനം ചെലവിനേക്കാൾ കൂടുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? സർപ്ലസ് കിട്ടും, മിച്ചം കിട്ടും. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, എക്സ്പെൻസ് ഇൻകത്തിനേക്കാൾ കൂടുമ്പോൾ, ചെലവ് വരുമാനത്തിനേക്കാൾ കൂടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡെഫിസിറ്റ്, കമ്മി കിട്ടും. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഏത് സൈഡ് കൂടുമ്പോഴാണ് നമുക്ക് സർപ്ലസ് കിട്ടുക, ഏത് സൈഡ് ഏതിനേക്കാൾ കൂടുമ്പോഴാണ് ഡെഫിസിറ്റ് കിട്ടുക, കമ്മി കിട്ടുക എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് കോളത്തിൻ്റെ ടോട്ടൽ ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് കോളത്തിൻ്റെ ടോട്ടലിനേക്കാൾ കൂടുതലാണെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സർപ്ലസ് കിട്ടും. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡ് എക്സ്പെൻഡിച്ചർ സൈഡിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സർപ്ലസ് കിട്ടും. ഇൻകം എക്സ്പെൻസിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് സർപ്ലസ് കിട്ടും. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് കോളത്തിൻ്റെ ടോട്ടൽ ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് കോളത്തിൻ്റെ ടോട്ടലിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സർപ്ലസ് കിട്ടും. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡെഫിസിറ്റ്, കമ്മി എപ്പോഴാണ് കിട്ടുക? എന്തിനേക്കാൾ എന്ത് കൂടുമ്പോൾ?
എക്സ്പെൻഡിച്ചർ ഇൻകത്തിനേക്കാൾ കൂടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡെഫിസിറ്റ് കിട്ടും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡ് ഇൻകം സൈഡിനേക്കാൾ കൂടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡെഫിസിറ്റ് കിട്ടും, കമ്മി കിട്ടും. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് കോളത്തിൻ്റെ ടോട്ടൽ ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് കോളത്തിൻ്റെ ടോട്ടലിനേക്കാൾ കൂടുതലാണെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡെഫിസിറ്റ് കിട്ടും, കമ്മി കിട്ടും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമുക്ക് സർപ്ലസ് ആണ്, മിച്ചമാണ് കിട്ടിയതെങ്കിൽ അത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിലാണ് കാണിക്കുക. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമുക്ക് ഡെഫിസിറ്റ് ആണ് കിട്ടിയതെങ്കിൽ, കമ്മിയാണ് കിട്ടിയതെങ്കിൽ അത് നമ്മളിവിടെ കാണിക്കും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡായ ഇൻകം സൈഡിൽ കാണിക്കും. അപ്പോൾ സർപ്ലസ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിലും ഡെഫിസിറ്റ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിലാണ് കാണിക്കുക. അപ്പോൾ ഇതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ്. ഇനി നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചെയ്തുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെ പറ്റി ഇതിനേക്കാൾ കൂടുതൽ വ്യക്തമായി പഠിക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഫ്രം ദ ഫോളോയിങ് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡിങ് 31 മാർച്ച് 2012. 31 മാർച്ച് 2012 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നോക്കിയിട്ട് തയ്യാറാക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യനിൽ നമുക്ക് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. ആ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നോക്കിയിട്ട് നമ്മൾക്ക് എന്ത് തയ്യാറാക്കണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കണം. റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡ് 31 മാർച്ച് 2012 31/3/2012 റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ് പിന്നീട് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്. ഈ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ക്യാപിറ്റൽ റെസീപ്റ്റും റവന്യൂ റെസീപ്റ്റും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ക്യാപിറ്റൽ പേയ്മെൻറ്റും റവന്യൂ പേയ്മെൻറ്റും എവിടെ ഉണ്ടായിരിക്കും? ഇൻകം ആൻഡ് ഈ ഒരു റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ക്യാപിറ്റൽ ട്രാൻസാക്ഷനും റവന്യൂ ട്രാൻസാക്ഷനും എവിടെ ഉണ്ടായിരിക്കും? റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നോക്കിയിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ ഐറ്റംസ് മാത്രമേ, റവന്യൂ ട്രാൻസാക്ഷൻസ് മാത്രമേ കാണിക്കുള്ളൂ. റവന്യൂ റെസീപ്റ്റും റവന്യൂ പേയ്മെൻറ്റും മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുള്ളൂ. അല്ലാണ്ട് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനെ പോലെ ക്യാപിറ്റൽ റെസീപ്റ്റും ക്യാപിറ്റൽ പേയ്മെൻറ്റും റവന്യൂ റെസീപ്റ്റും റവന്യൂ പേയ്മെൻറ്റും ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ റവന്യൂ ട്രാൻസാക്ഷനും ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കില്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്ത് മാത്രമേ കാണിക്കുള്ളൂ? റവന്യൂ ട്രാൻസാക്ഷൻ, റവന്യൂ റെസീപ്റ്റും റവന്യൂ പേയ്മെൻറ്റും മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുള്ളൂ. അപ്പോൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ റവന്യൂ റെസീപ്റ്റും ക്യാപിറ്റൽ റെസീപ്റ്റും ഉണ്ടാവും, റവന്യൂ പേയ്മെൻറ്റും ക്യാപിറ്റൽ പേയ്മെൻറ്റും ഉണ്ടാവും. അതിൽ നിന്നും നമുക്ക് റവന്യൂ റെസീപ്റ്റും റവന്യൂ പേയ്മെൻറ്റുകളും മാത്രം എടുത്തിട്ട് എന്തിലേക്ക് കൊണ്ടുപോകണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് നമുക്ക് എഴുതി വെക്കണം. അപ്പോൾ ഇങ്ങനെ റെസീപ്റ്റ് ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റെസീപ്റ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡ് ഓൺ കൊടുത്തിട്ടുണ്ട് 2000, സബ്സ്ക്രിപ്ഷന് 56,700. നമുക്കറിയാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ബാലൻസ് എഴുതൂല, ഓപ്പണിംഗ് ബാലൻസ് ഇല്ല എന്ന് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ സവിശേഷതയിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൽ അക്കൗണ്ടിൽ കൊടുത്തിട്ടുള്ള ബാലൻസ് ബ്രോഡ് ഓൺ ആയ 2000 നമ്മൾ എവിടെ കാണിക്കൂല? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുത്തെഴുതില്ല. പിന്നെ കൊടുത്തിട്ടുണ്ട് സബ്സ്ക്രിപ്ഷൻ 56,700. സബ്സ്ക്രിപ്ഷന് അത് എന്താണ്? ഒരു റവന്യൂ റെസീപ്റ്റാണ്. മെമ്പർമാരുടെ അടുത്ത് നിന്നും തവണകളായി കിട്ടുന്ന തുകയെ വിളിക്കുന്ന പേരാണ് സബ്സ്ക്രിപ്ഷൻ. അതൊരു റവന്യൂ റെസീപ്റ്റാണ്. അപ്പോൾ അത് ഏതിൽ കാണിക്കും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കും. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ് 31 മാർച്ച് 2012 എന്ന് കൊടുത്തിട്ടുണ്ട്. 31/3/2012 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ് നമ്മൾ ഹെഡിങ് കൊടുത്തത്. അതിനുശേഷം നമുക്കറിയാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന് 2 സൈഡാണുള്ളത്, ഡെബിറ്റ് സൈഡ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എക്സ്പെൻഡിച്ചറുകളാണ്, ചെലവുകളാണ്, റവന്യൂ പേയ്മെൻറ്റുകളാണ് നമ്മൾ കാണിക്കുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഇൻകംസ്, റവന്യൂ റെസീപ്റ്റുകളാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡായ ഇൻകം സൈഡിൽ കാണിക്കുക. അപ്പോൾ റവന്യൂ പേയ്മെൻറ്റുകൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിലും റവന്യൂ റെസീപ്റ്റുകൾ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിലാണ് കാണിക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള റെസീപ്റ്റ് സൈഡിലുള്ള റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റെസീപ്റ്റ് സൈഡിലുള്ള സബ്സ്ക്രിപ്ഷൻ അതൊരു റവന്യൂ റെസീപ്റ്റാണ്. അതുകൊണ്ട് അത് ഇവിടെ റെക്കോർഡ് ചെയ്യും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡായ ഇൻകം സൈഡിൽ റെക്കോർഡ് ചെയ്യും. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് സബ്സ്ക്രിപ്ഷൻ്റെ തുക ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള 56,700 അത് നമ്മൾ
ഇൻകം സൈഡിൽ കാണിക്കും. പിന്നെ എന്താ കൊടുത്തിട്ടുള്ളത്? ഇൻട്രസ്റ്റ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റെസിപ്റ്റ് സൈഡിൽ സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞാൽ പിന്നെ കൊടുത്തിട്ടുള്ളത് ഇൻട്രസ്റ്റ് ആണ്, പലിശ. അതൊരു റവന്യൂ റെസിപ്റ്റ് ആണ്. അതുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ അത് കാണിക്കണം. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻട്രസ്റ്റിൻ്റെ തുക 600 രൂപ നമ്മളിവിടെ കാണിക്കും. എമൗണ്ട് കോളത്തിലേക്ക് 600 രൂപ കാണിക്കും. പിന്നെ കൊടുത്തിട്ടുള്ളത് ഇൻട്രസ്റ്റ് കഴിഞ്ഞാൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റെസിപ്റ്റ് സൈഡിൽ പിന്നെ കൊടുത്തിട്ടുള്ളതാണ് ഡൊണേഷൻ ഫോർ ജനറൽ പർപ്പസ്. ജനറൽ ഡൊണേഷൻ, പ്രത്യേക ആവശ്യങ്ങൾക്കല്ലാതെ കിട്ടുന്ന ഡൊണേഷനെയാണ് നമ്മൾ ഡൊണേഷൻ ഫോർ ജനറൽ പർപ്പസ് അഥവാ ജനറൽ ഡൊണേഷൻ എന്ന് വിളിക്കുന്നത്. അതൊരു റവന്യൂ റെസിപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. അപ്പോൾ നമ്മൾ അതേപടി എഴുതി വയ്ക്കും. ഡൊണേഷൻ ഫോർ ജനറൽ പർപ്പസ് എന്ന് പറഞ്ഞിട്ട് ആ തുക ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 6000. അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് കോളത്തേക്ക് എടുത്തിരുന്നു. 6000 6000 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എമൗണ്ട് കോളത്തിൽ കാണിക്കും. പിന്നെ കൊടുത്തിട്ടുള്ളത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഡൊണേഷൻ ഫോർ ജനറൽ പർപ്പസ് കഴിഞ്ഞാൽ പിന്നെ കൊടുത്തിട്ടുള്ളത് ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് കയറ്റാനുള്ള ഡൊണേഷനാണ് 55000. അത് സ്പെസിഫിക് അഥവാ സ്പെഷ്യൽ ഡൊണേഷൻ എന്നാണ് പറയുക അതിനെ. അതൊരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. പ്രത്യേക ആവശ്യങ്ങൾക്കായി കിട്ടുന്ന ഡൊണേഷനെയൊക്കെ നമ്മൾ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് കാണിക്കേണ്ടതില്ല. കാരണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ റെസിപ്റ്റുകൾ മാത്രമേ കാണിക്കുള്ളൂ. പിന്നെ കൊടുത്തിട്ടുള്ളത് സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസിൻ. പഴയ ന്യൂസ് പേപ്പറുകളും മാഗസിനും വിറ്റപ്പോൾ കിട്ടിയ തുക അതൊരു റവന്യൂ റെസിപ്റ്റ് ആണ്. അതുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ കാണിക്കും. സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസിൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ നമ്മൾ കാണിക്കും. അതിൻ്റെ തുക ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 820 രൂപ. പഴയ ന്യൂസ് പേപ്പർ മാഗസിനൊക്കെ വിറ്റപ്പോൾ ഇവർക്ക് 820 രൂപ കിട്ടിയിട്ടുള്ളത് റവന്യൂ റെസിപ്റ്റ് ആണ്. അതുകൊണ്ട് അത് നമ്മൾ ഇൻകം സൈഡിൽ കാണിച്ചു. പിന്നെ നമുക്ക് എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് നോക്കാം. എക്സ്പെൻഡിച്ചർ സൈഡിൽ നമ്മൾ പറഞ്ഞു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ റവന്യൂ പേയ്മെൻറ്റുകളാണ് കാണിക്കുക. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് എവിടുത്തെ ഇടപാടുകളാണ് എഴുതുക എന്ന് ചോദിച്ചാൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ടല്ലോ റെൻറ്റ്, സാലറി, ഇൻവെസ്റ്റ്മെൻറ്റ്. ആ കോളത്തിലെ ഐറ്റംസ് ആണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കുക. അപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡിലുള്ള ഐറ്റംസ് ആണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ കാണിക്കുക. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ ക്യാപിറ്റൽ പേയ്മെൻറ്റ് ഉണ്ടാവും, റവന്യൂ പേയ്മെൻറ്റ് ഉണ്ടാവും. അതിൽ ക്യാപിറ്റൽ പേയ്മെൻറ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കില്ല. റവന്യൂ പേയ്മെൻറ്റുകൾ മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കുള്ളൂ. അതിൽ പിന്നെ കൊടുത്തിട്ടുണ്ട് റെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊരു റവന്യൂ പേയ്മെൻ്റ് ആണ്. അതുകൊണ്ട് അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കണം. റെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 9500. പിന്നെ കൊടുത്തിട്ടുണ്ട് സാലറീസ്, ശമ്പളം കൊടുക്കുന്നത്. അതെന്താണ്? ഒരു റവന്യൂ പേയ്മെൻ്റ് ആണ്. അതിൻ്റെ തുക 25000 25,000 നമ്മൾ എമൗണ്ട് കോളത്തിൽ കാണിക്കും. പിന്നെ വരുന്ന ഏതാണ്? ന്യൂസ് പേപ്പർ മേടിച്ചത്. അതൊരു റവന്യൂ പേയ്മെൻ്റ് ആണ്. ന്യൂസ് പേപ്പേഴ്സ് അത് 1800 രൂപ നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് കാണിക്കും. 1800 1800 രൂപ. ന്യൂസ് പേപ്പറിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ്ഡ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു അസറ്റാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന അസറ്റ് മേടിച്ചു എന്നാണ് പറയുന്നത്. അതൊരു ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അത് കാണിക്കാതെ പോയത്. അതുപോലെ തന്നെ ന്യൂസ് പേപ്പറിൻ്റെ തൊട്ട് താഴെ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ്, ഈ ക്ലബിലേക്ക് സ്പോർട്സ് ഉപകരണങ്ങൾ മേടിച്ചു. സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് ഒരു അസറ്റാണ്. അസറ്റ് മേടിക്കുന്നത് ഒരു ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണ്. അതുകൊണ്ട് അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് കാണിക്കില്ല. പിന്നെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ ബാലൻസ് ക്യാരിഡ് ഓൺ കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കില്ല. പിന്നെ ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഒരു സവിശേഷത നമ്മൾ പഠിച്ചിരുന്നു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കാണിക്കും. അങ്ങനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കാനായി ക്വസ്റ്റ്യനിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്താണത്? ഡിപ്രീസിയേഷൻ ഓൺ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് അറ്റ് 10% PA. 10% സ്പോർട്സ് എക്യുപ്മെൻറ്റ്സുകൾക്ക് 10% ഡിപ്രീസിയേഷൻ തേയ്മാനം സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. സ്പോർട്സ് എക്യുപ്മെൻറ്റ്സുകൾക്ക്, സ്പോർട്സ് ഉപകരണങ്ങൾക്ക് 10% ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കും. ഏത് അസറ്റിനാണ് ഡിപ്രീസിയേഷൻ സംഭവിച്ചത്? സ്പോർട്സ് എക്യുപ്മെൻറ്റ്സിനാണ്. സ്പോർട്സ് എക്യുപ്മെൻറ്റ്സിനാണ് ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുള്ളത്.
സ്പോർട്സ് എക്യുപ്മെൻസിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 32,500. ഈ 32,500ൻ്റെ 10%, 10/100 ആണ് ഡിപ്രീസിയേഷൻ സംഭവിച്ചത്. 32,500 × 10/100. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ 1/1/2012 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ 32,500 രൂപയുടെ മൂല്യമുള്ള സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ്, സ്പോർട്സ് ഉപകരണങ്ങൾ മേടിച്ചിട്ടുള്ളത് 1/1/2012 അപ്പോൾ ഇങ്ങനെ 32,500 × 10/100 ചെയ്താൽ ഒരു കൊല്ലത്തിനേക്കുള്ള ഡിപ്രീസിയേഷനാണ് കിട്ടുക. ഈ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് ഒരു കൊല്ലം 12 മാസം മുഴുവനായിട്ട് ഉപയോഗിക്കുന്നില്ല. ജനുവരി മാസം 2012 ജനുവരി മാസത്തിലാണ് മേടിക്കുന്നത്. മാർച്ച് മാസത്തിലാണ് ഇവരുടെ ഫിനാൻഷ്യൽ ഇയർ, സാമ്പത്തിക വർഷം അവസാനിക്കുന്നത്. അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 32,500 രൂപയുടെ മെഷീനറി വെറും 3 മാസമേ ഈ എക്യുപ്മെൻറ്റ്സ്, സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ്, മെഷീനറി അല്ല സോറി, സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ്, സ്പോർട്സ് ഉപകരണങ്ങൾ 3 മാസം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ 3 മാസത്തെ ഡിപ്രീസിയേഷൻ കണ്ടെത്തിയാൽ മതി. 3/12 ചെയ്യുക. കാരണം ഈ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് മേടിക്കുന്നത് 1-ാം തീയതി 1/1/2012 സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് 31/3/2012 അപ്പോൾ സാമ്പത്തിക വർഷം അവസാനിക്കാൻ 3 മാസമേ ഉള്ളൂ. 3 മാസത്തെ ഡിപ്രീസിയേഷൻ ഈ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സിന് ഈടാക്കിയാൽ മതി. 3 മാസം മാത്രമേ ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ആ 3 മാസത്തെ ഡിപ്രീസിയേഷൻ മാത്രം സ്പോർട്സ് എക്യുപ്മെൻറ്റ്സിന് കണ്ടാൽ മതി. അതായത് 32,500 × 10/100 × 3/12. അപ്പോൾ നമുക്ക് 3 മാസത്തെ ഡിപ്രീസിയേഷൻ കിട്ടും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 812.5 എന്ന് കിട്ടും. 812.50 ഡിപ്രീസിയേഷൻ നമുക്ക് കിട്ടി. 812.5. അപ്പോൾ ഇങ്ങനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള അവസാനത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ കാണിച്ചു. ഇനി നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു, ഒന്നല്ലെങ്കിൽ നമുക്ക് സർപ്ലസ് കിട്ടും, അല്ലെങ്കിൽ ഡെഫിസിറ്റ് കിട്ടും. എപ്പോഴാണ് സർപ്ലസ് കിട്ടുക, മിച്ചം കിട്ടുക, എപ്പോഴാണ് ഡെഫിസിറ്റ് കിട്ടുക എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡ് കൂടിയിട്ട് എക്സ്പെൻഡിച്ചർ സൈഡ്, എക്സ്പെൻസ് കുറഞ്ഞാൽ, ഇൻകം കൂടിയിട്ട് എക്സ്പെൻസ് കുറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? സർപ്ലസ് ആയിരിക്കും, മിച്ചമായിരിക്കും. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻസ് ചിലവ് കൂടിയിട്ട് ഇൻകം കുറഞ്ഞാൽ, വരുമാനം കുറഞ്ഞാൽ നമുക്ക് ഡെഫിസിറ്റ് കിട്ടും, കമ്മി കിട്ടും. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലുള്ള, ഇൻകം സൈഡിലുള്ള എമൗണ്ട് കോളത്തിൻ്റെ ടോട്ടൽ ഡെബിറ്റ് സൈഡിലുള്ള എമൗണ്ട് കോളത്തിൻ്റെ ടോട്ടലിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് സർപ്ലസ് കിട്ടും. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഈ സൈഡിലുള്ള എമൗണ്ട് കോളത്തിൻ്റെ ടോട്ടലാണ്, ഇവിടെയാണ് കൂടുതലെങ്കിൽ, ഇവിടെ കുറവുമാണെങ്കിൽ നമുക്ക് സർപ്ലസ് ആണ് കിട്ടുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഈ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡാണ്, ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് കോളമാണ് കൂടുതൽ. 64,120 എന്നാണ് കിട്ടുക. 64,120. ഇവിടെ അത്ര ഇല്ല. ഇൻകം സൈഡ്, എക്സ്പെൻഡിച്ചർ സൈഡ് കുറവാണ്, ഇൻകം സൈഡിന് അത്ര ഇല്ല. ഇൻകം സൈഡാണ് കൂടുതൽ, 64,120. എക്സ്പെൻഡിച്ചർ സൈഡ് ഇല്ല, അത്ര ഇല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻകം കൂടുതലാണ്, എക്സ്പെൻഡിച്ചർ കുറവാണ്. വരുമാനം കൂടുതലാണ്, ചിലവ് കുറവാണ്. അപ്പോൾ എന്താ നമുക്ക് കിട്ടുക? സർപ്ലസ് ആണ് കിട്ടുക. അപ്പോൾ സർപ്ലസ് എങ്ങനെ കണ്ടെത്തുക? ക്രെഡിറ്റ് സൈഡിലെ, ഇൻകം സൈഡിലെ എമൗണ്ട് കോളത്തിൻ്റെ ടോട്ടലായ 64,120 നിന്നും 9,500, 25,000, 1,800, 812.5 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സർപ്ലസ് കിട്ടും. അതായത് അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും, 27,007.5 എന്ന് കിട്ടും. സർപ്ലസ് 27,007.5. സർപ്ലസ് എങ്ങനെയാണ് 27,007.5 കിട്ടിയത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൻ്റെ ടോട്ടലായ 64,120 നിന്നും എക്സ്പെൻഡിച്ചർ സൈഡിലെ ഓരോ എമൗണ്ടും 9,500, 25,000, 1,800, 812.5 കുറച്ചപ്പോൾ നമുക്ക് 27,007.5 എന്ന് കിട്ടി. ഇപ്പോൾ നമ്മുടെ എക്സ്പെൻഡിച്ചർ സൈഡിൻ്റെ ടോട്ടലും എത്ര ആയിട്ടുണ്ടാവും? 64,120 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.